ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ നന്നായാൽ തന്നെ നമുക്ക് അവിടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. മറിച്ച് നമ്മുടെ ലൈഫ് ഒരു നല്ല രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്, ഇത്തിരി മോശമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും അവിടെയും നമ്മുടെ ഈ ഒരു മോർണിംഗ് റൂട്ടീന് നല്ല രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി മോർണിംഗ് രാവിലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റാക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞെന്ന് നമ്മൾ അറിഞ്ഞാലും പിന്നെയും ഉറങ്ങുന്ന ഒരു ശീലം നമുക്ക് പലർക്കും ഉണ്ടാവും. ആ ഒരു ശീലം ഒഴിവാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർ അവർക്ക് എഴുന്നേൽക്കാൻ ഒരു അലാം പോലും വേണ്ടി വരില്ല. കാരണം അവർ ആ ഒരു ടൈം ആയാലും, ഇപ്പോൾ അവരുടെ ഒരു ടൈം എഴുന്നേൽക്കുന്നത് ഒരു 5 മണിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു 4 മണിയായിരിക്കാം. ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അറിയാൻ പറ്റും. അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു അലാമത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒരു അലാം എന്തായാലും ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ അലാം അടിച്ച് തുടങ്ങിയാലും അവരത് ഓഫ് ചെയ്തിട്ട് ആ ഒരു 5 മിനിറ്റ് കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയട്ടെ, അങ്ങനെ പോയി ടൈം ഫുള്ള് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾക്കാരെ നമുക്ക് പല രീതിയിലുമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതിരാവിലെ എഴുന്നേൽക്കുക, അതുപോലെ തന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉറങ്ങാതിരിക്കുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ടാവും, അവർ രാവിലെ എഴുന്നേൽച്ച ഉടനെ തന്നെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് എന്തൊക്കെ മെസ്സേജ് വന്നു, അല്ലെങ്കിൽ എന്തൊക്കെ വീഡിയോസ് വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരാൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നേരം വെളുത്ത പാടെ ഫോണിലൊക്കെ നോക്കി ടൈം കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം നമ്മൾ മോർണിംഗ് ആ ഒരു 1 അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. ഒരു 4 മണി ടു 5 മണി എന്ന് പറയുന്ന ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് നമ്മുടെ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു നഷ്ടം വരുന്നത്. നിങ്ങൾ ഫോൺ നോക്കണ്ടെന്നല്ല, പക്ഷേ രാവിലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു 1 അവറിന് ശേഷം മാത്രം നിങ്ങൾ ഫോണൊക്കെ ചെക്ക് ചെയ്യുക. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾ ഈ ചടഞ്ഞിരിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ ചിലർക്ക് ഉണ്ടാവും വെറുതെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കി വെറുതെ സമയം കളയുന്നുണ്ടാവും, അല്ലെങ്കിൽ TV കണ്ട് വെറുതെ സമയം കളയുന്നുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, മടി ഒഴിവാക്കുക രാവിലെ തന്നെ. കാരണം നമുക്ക് നമ്മുടെ ലൈഫിന് ഒരുപാട് ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ട് ഒരു ടൈമാണ് ഈ രാവിലെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല. ഫൈനൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾ രാവിലെ തന്നെ ഈ നെഗറ്റീവ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചിലരുണ്ടാവും അവർക്ക് രാവിലെ തന്നെ ഒരു കപ്പ് ചായയും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ശീലം ഉണ്ടാവും. ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഒരിക്കലും ഒരു മോശം ശീലമാണ് എന്നല്ല പറയുന്നത്. പക്ഷെ രാവിലെ തന്നെ നമ്മൾ ഈ ന്യൂസൊക്കെ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടാവും. ഈ നെഗറ്റീവ് ന്യൂസ് രാവിലെ തന്നെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു ദിവസത്തെ മൊത്തം ആ ഒരു നെഗറ്റീവ്നെസ് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാക്സിമം ഈ ന്യൂസ് പേപ്പർ രാവിലെ നോക്കാതിരിക്കുക. മറിച്ച് നിങ്ങൾക്ക് ഈവനിങ് നോക്കാം, ഉച്ചയ്ക്ക് നോക്കാം, എന്നുള്ള ടൈമിലൊക്കെ നോക്കാം. പക്ഷേ രാവിലെ നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിലൊരുപാട് നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടാവും. അപ്പോൾ മാക്സിമം രാവിലെ നിങ്ങൾ ഈ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആവുകയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.